ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിൽ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റ ആ അടിപ്പിണരുകളാൽ നാം സൗഖ്യത്തെ പ്രാപിക്കുന്നു. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം കൊട്ടാരക്കര ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിലെ ശുശ്രൂഷയിലാണ്, എൽഡറാണ്. പല സ്ഥലങ്ങളിലും എന്നോട് യാത്ര ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ ഒന്നിച്ച് ദുബായിൽ പോയി, ഗുജറാത്തിൽ മീറ്റിങ്ങിന് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെടുമ്പോൾ തൻ്റെ മുടി നരച്ചതായിരുന്നു, വെള്ള മുടിയായിരുന്നു. എന്നാൽ അന്ന് പ്രാർത്ഥിച്ച് കർത്താവ് സൗഖ്യം കൊടുത്ത് പിന്നീട് കിളിർത്തു വന്ന മുടിയെല്ലാം കറുത്ത മുടിയാണ്. ഞങ്ങളുടെ ചർച്ചിലുള്ള മനുഷ്യനാണ്. ഇന്നും അദ്ദേഹം ജീവനോടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇന്നും നിലവിലുണ്ട്. ആയിരങ്ങളുടെ നടുവിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇത് ജോയിൻറ്റ്സ് പെയിനാണെന്ന് പറഞ്ഞു. മമ്മിക്ക്
സംഭവിക്കുന്ന എന്താണ് രോഗമെന്ന് ആരും പറയുന്നില്ല. നടുവേദന, കൈവേദന, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുകയാണ്. പല സ്കാനുകൾ എടുത്തു, MRI എടുത്തു, പക്ഷെ അതിനകത്തും ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ മമ്മിയുടെ You are the Lord of Almighty. You are the Lord of healing. Lord, your name is El Shaddai. You are the Almighty God. Heal my mother. നിങ്ങൾക്കറിയാം, ആ സമയത്ത് ദൈവശക്തി അവിടെ വ്യാപരിച്ചു. കർത്താവിൻ്റെ ശക്തി ഇറങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം 1,00,000 വിലയുള്ള 2 ഇഞ്ചക്ഷനുകൾ എടുക്കണമെന്ന് എന്നോട്
പക്ഷേ ഞാൻ ചുരുക്കി പറയട്ടെ, ഇതൊരു TV പ്രോഗ്രാമാണല്ലോ. എൻ്റെ അമ്മ 2 ഒരു കാര്യം ഓർക്കുക, ഇന്നും യേശു അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മാതാവിന് ദൈവം സൗഖ്യം കൊടുത്തു. പക്ഷേ ആ സമയത്ത് അമ്മ രോഗിയായി പ്രയാസപ്പെട്ടപ്പം പലരും ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കേൾക്കുന്നു, അദ്ദേഹം വലിയ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ, പിന്നെന്താ അദ്ദേഹത്തിൻ്റെ അമ്മയെ കടന്നു വരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അത്ഭുത സൗഖ്യം യേശു ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുക. ഒരു രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ യേശു സൗഖ്യമാക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എൻ്റെ കർത്താവരെ വിടുവിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഇപ്പോൾ ആരൊക്കെ കണ്ണുകളടച്ച് വിശ്വാസത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ഒരത്ഭുതം നിങ്ങളുടെ മേൽ നടക്കും. വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല ദൈവം അത്ഭുതം ചെയ്യുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇപ്പോൾ ആരൊക്കെ എന്നോട് ചേർന്ന് രോഗമുള്ള ഭാഗത്ത് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരാൻ അത്ഭുത സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ചില അൾസർ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ ജോയിൻസുകളിലെല്ലാം നിൽക്കുന്ന വേദന യേശുവിൻ്റെ നാമത്തിൽ ആർത്രൈറ്റീസ് ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പിതാവെ, മൈഗ്രെയിൻ ഹെഡേക്ക് ഹീലാകട്ടെ. സൈനസിൻ്റെ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്ന കർത്താവെ, ദീർഘവർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വളരെ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിലൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻറ്റുകൾ ഉണ്ടായി ആക്സിഡൻറ്റിനാൽ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കയിലായിരിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ അത്ഭുത വിടുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ വിടുതൽ അവരിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ചില കൊളസ്ട്രോളുകൾ നോർമലാകട്ടെ. താങ്ക് യു ജീസസ്. ബ്ലഡ് പ്രഷറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ബ്ലഡിനകത്ത് നിൽക്കുന്ന എല്ലാ രോഗങ്ങളും, ബ്ലഡിനകത്ത് അണുക്കൾ ബാധിച്ച് അതിനാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പോൾ എന്നെ കാണുന്നു. ബ്ലഡിനകത്ത് അണുക്കൾ ബാധിച്ചതിനാൽ തങ്ങളുടെ ഭാരപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ
ഇപ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ വിടുതൽ പ്രാപിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. അത്ഭുതത്തെ ചെയ്യുന്നതിനാൽ നന്ദി കർത്താവേ. എല്ലാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി, എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഈ പ്രോഗ്രാം കാണുന്ന സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.